This cartouche controversy could spin out of control, sir. We have tried to introduce it twice. Different regiments without success. I would recommend caution. മൺമറഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെ കൊടുംക്രൂരതകളെ ഓർമ്മിപ്പിക്കുകയാണ് കണ്ണൂർ കോട്ട. പഴക്കമേറിയെങ്കിലും ചരിത്രവിസ്മയങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് സെന്റ് ആഞ്ചലോ ഫോർട്ട് അഥവാ കണ്ണൂർ കോട്ട. ഇത് സെന്റ് ആഞ്ചലോ ഫോർട്ട് കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് സെന്റ് ആഞ്ചലോ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലുള്ള ഈ കോട്ട കണ്ണൂർ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരനായ ജോൺ ഫ്രാൻസിസ്കോ ദി അൽമീദയാണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്താണ് ഈ കോട്ട പണിതത്. 158 വർഷം പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിക്കുകയും ചെയ്തു. യുദ്ധം ചെയ്യാനായി കപ്പൽ മാർഗം വരുന്ന വിദേശികളെ ആക്രമിക്കാനായി അറബിക്കടലിനോട് ചേർത്ത് പോർച്ചുഗീസുകാർ പണിതു വച്ചിരിക്കുന്ന പീരങ്കികൾ. കോട്ടയുടെ ഓരോ ഭാഗങ്ങളിലും ഇതുപോലുള്ള പീരങ്കികൾ പണിതു വച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരിൽ നിന്നും 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചടക്കി. തുടർന്ന് ചെലവ് കുറക്കാനായി കോട്ടയുടെ വലിപ്പം കുറച്ചു. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചെങ്കിലും 1 ലക്ഷം രൂപയ്ക്ക് അറയ്ക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. യുദ്ധം നടന്നതിനു ശേഷം തടവുകാരെ പിടിച്ചിടുന്ന ജയിലറുകൾ, ഉറ്റുനോക്കുന്ന പീരങ്കികൾ, കൊടും ക്രൂരതയുടെ പേരിൽ അറിയപ്പെട്ട കണ്ണൂർ കോട്ട ചരിത്രവിസ്മയങ്ങളിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. കണ്ണൂരിൻ്റെ സ്വന്തം സെന്റ് ആഞ്ചലോ ഫോർട്ട്.